അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ഷന്റെ PR സ്ട്രാറ്റജി. ഇതിൽ എങ്ങനെയാണ് സാർ പെരുമാറേണ്ടത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൈൻഡ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഫണ്ണി ആയിരിക്കണം. മാക്സിമം ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതേപോലെ ശ്രമിക്കണം. ഏകദേശം ഒരു 20 മാധ്യമങ്ങൾക്കാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ വിചാരിക്കുന്നത്. ഓൺലൈൻ ചാനലുകളും അതേപോലെ തന്നെ ചാനലുകളും അടക്കം നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഒക്കെ ആയിട്ട് തന്നെ ആയിരിക്കും ഇന്റർവ്യൂ വരെ. പ്രൊവോക്കേഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പം പെർഫോം ചെയ്യുക നന്നായിട്ട്, സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുക നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ മോഹൻലാലിന് കൊടുക്കാനുള്ള 11 ലക്ഷത്തിന്റെ കവറയും ഒന്ന് സെറ്റിൽ ചെയ്തു തരാം. സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. പറഞ്ഞതൊക്കെ ഓർത്ത് വയ്ക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കേറി വേടാ മക്കളെ. ഞാൻ ചിരിക്കില്ലെന്ന് ആരാ പറഞ്ഞേ? ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കരുതൽ, ഞങ്ങളെപ്പോലെ ആര് നയിക്കും? ഞങ്ങളുണ്ട്, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. സഖാവൻ നല്ല മൂഡിലാണല്ലോ. സഖാവേ, ഒരു ചോദ്യം. ആ ചോദ്യം നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലേ ബാലകൃഷ്ണ, എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത അവന്റെ വീട്. എന്നിട്ട് എന്റെ ഇന്ന് സ്ക്രിപ്റ്റ് പോയ സമയത്ത് അവന്മാരുടെ ഒരു ചോദ്യം എത്ര ഒഴിച്ചു വെച്ചാലും ഉള്ളിലുള്ളതല്ലേ പുറത്ത് വരത്തുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യൂടാ? ഒരു സാധാരണക്കാരനോട് ഇങ്ങനെ പറഞ്ഞല്ലേ. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. മറ്റേ മെമ്പർ സെൽഫി എടുക്കാൻ ചോദിച്ചപ്പോ നമ്മള് പറയിപ്പിച്ചില്ലേ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ മാത്രം പിഴാന്ന്. അതേപോലെ ഒരു 3-4 ലെയിലും അവരെ കൊണ്ട് പറഞ്ഞ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം.